ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂൺ 28 ഫ്രൈഡേ ആണ്. ടൈം ഇപ്പോൾ 4:20 AM ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം വലിച്ചു നീട്ടാതെ ഇന്നത്തെ വ്ളോഗിലേക്ക് തുടങ്ങാം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് മക്കൾക്ക് സ്കൂൾ സ്നാക്കാക്കി കൊടുത്തു വിടുന്നത് ഈ 2 നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 2 നേന്ത്രപ്പഴം വേണം, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി വേണം, 1/2 കപ്പ് ഗോതമ്പ് പൊടി വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിന്നിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങ ചിരകിയത് വേണം, 1/4 കപ്പ് ഞാനിവിടെ വെല്ലം പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലം എടുത്തിട്ട് അതിന് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കടുത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേന്ത്രപ്പഴം നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. എങ്ങനെ ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും ഇതൊന്ന് വെന്ത് വരാൻ. നമുക്ക് നോക്കാം. ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ എന്താ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴം നമുക്ക് വെന്ത് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പഴം ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അതിനുശേഷം തൊലി കളഞ്ഞിട്ട് ഒരു ചെറിയ ചൂടോടെ നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ച പഴമെല്ലാം നമ്മളിതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം, 1/4 കപ്പ് വെല്ലം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വെല്ലം നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. നന്നായി ആറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴം നന്നായി ആറിക്കഴിഞ്ഞ ശേഷം വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വെല്ലം അതിലേക്ക് അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടോടെ വേണം നമ്മൾ ആ വെല്ലം ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ 3 ടേബിൾ സ്പൂൺ റവ ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതാ 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളിതവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വന്നതും ഫ്ലെയിം മീഡിയം ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ആ പഴം കൊണ്ടുള്ള മാവിന് അതേപോലെ ഒരു വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ഈ എണ്ണയിലിട്ടിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. നമ്മുടെ അകംഭാഗം കരിഞ്ഞും പുറം ഭാഗം കരിഞ്ഞും
അകംഭാഗം വേവാതെയും ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം നന്നായി ശ്രദ്ധിക്കണം. ഒന്നുകിൽ സിമ്മിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഇതിലിട്ടിട്ടോ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേ ഇരിക്കുക. രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. പുറം ഭാഗം കരിഞ്ഞു പോകാതെ നോക്കുക.